ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഇന്ന് നമ്മൾ സുസ്മിതയുടെയും അക്ഷയൻ്റെയും കെൽവൻ നടത്തുകയാണ്. കെൽവൻ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പുതിയതായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെയും ചെറുക്കിനെയും വിളിച്ച് ഊണ് കൊടുക്കുക, ആഹാരം കൊടുക്കുക, എന്ത് ആഹാരം വേണേൽ കൊടുക്കാം. അത് കെൽവൻ ആക്ച്വലി മീൻസ് ഫുഡ് സെർവ് ഓൺ ബനാന ലീവ്സ്. നമ്മുടെ കേലക്ക പത്തേമേ ഖാന ദേന, കേരളമേ ശബ്ദത്തെ വൈസ. അപ്പം നമ്മൾ അവരെ വിളിച്ചിരുത്തുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ ഒരു ഇതില് അരി കൊണ്ട് എഴുതിയിട്ടുണ്ട് അഷ്മിത കെൽവൻ. അഷ്മിത എന്ന് പറഞ്ഞാൽ അക്ഷയും സുസ്മിതയും, അതിന്റെ ഒരു ഷോർട്ട് ഫോം കണ്ടില്ലേ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അഷ്മിത കെൽവൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അവരെ വിളിച്ചിരുത്തി നമ്മൾ ആഹാരം കൊടുക്കാൻ പോവാണ്. ഈ ആഹാരം കൊടുക്കുന്നതിന് മുമ്പ് ഇപ്പൊ ഈ അഷ്മിത എന്ന് എഴുതിയേക്കുന്നത് അരി കൊണ്ടാണ് കേട്ടോ. മാനസി എന്ന് പറയുന്ന ഞങ്ങളുടെ ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു എഞ്ചിനീയറാണ്, അവളാണ് ഇത് എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ആഹാരം കൊടുക്കുന്നതിന് മുമ്പ് അവര് രണ്ടുപേരെ ഇരുത്തി അവരെ കുങ്കുമം തൊടിയിപ്പിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് ആഹാരം സെർവ് ചെയ്യുന്നത്. ഇവിടെ ആഹാരം ഉണ്ടാക്കിയിരിക്കുന്നത് പുലാവും അതുപോലെ കീറും പിന്നെ ഡാൽ ബാട്ടി എന്ന് പറയുന്ന ഒരു പദാർത്ഥം, അതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഡാൽ ബാട്ടിയും പപ്പടവുമാണ് നമ്മുടെ ഇന്നത്തെ മെനു. ഈ ഡാൽ ബാട്ടി എന്ന് പറഞ്ഞാല് ഗോതമ്പ് പൊടി ഇത്തിരി ബേക്കിംഗ് സോഡയും ഇതെല്ലാം ഇട്ടിട്ട് കുഴച്ചിട്ട് അത് ഒരു ആവി കയറ്റി എടുത്തിട്ട് പിന്നെ വറുത്തെടുക്കുന്ന ഒരു പലഹാരമാണ്. അതിന് നല്ല ടേസ്റ്റാണ്. അത് ഡാലിന്റെ കൂടെയാണ് കഴിക്കുന്നത്. ഡാൽ എന്ന് പറഞ്ഞാൽ സാധാരണ മിക്സ്ഡ് ഡാലാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ നല്ല മധുരമുള്ള പായസമുണ്ട്. അപ്പോൾ ഇവരെ രണ്ടുപേരെ നമ്മൾ ഇരുത്തിയിട്ട് അവരെ കുങ്കുമമൊക്കെ തൊടിപ്പിച്ചിട്ടാണ് ഇത് അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ അവരെ കുങ്കുമൊക്കെ ഞാൻ തൊടിപ്പിച്ചു. വേണമെന്നുണ്ടെങ്കിൽ ആരത്തി ഒഴിയാം. ആരത്തി ഒഴിഞ്ഞിട്ടില്ല, ഇങ്ങനെ തന്നെ കുങ്കുമം തൊടിപ്പിച്ചതേ ഉള്ളൂ. ഇല്ല, തൊടിപ്പിക്കുന്നതേ ഉള്ളൂ കുങ്കുമം തൊടിപ്പിച്ചിട്ട് മധുരം കൊടുക്കും. അക്ഷയന് കുങ്കുമം തൊടിപ്പിച്ചു, സുസ്മിതയ്ക്ക് മഞ്ഞളും കുങ്കുമവുമാണ് തൊടിപ്പിക്കുന്നത്. എന്നിട്ട് അവർക്ക് മധുരം കൊടുക്കും. ഇപ്പൊ പായസമാണ് കൊടുക്കുന്നത്. പിന്നെ അവർ പരസ്പരം മധുരം കൊടുത്തിട്ടാണ് നമ്മൾ കഴിക്കാൻ തുടങ്ങുന്നത്. ഇത് ഞങ്ങൾക്ക് ആക്ച്വലി ഇന്ന് വളരെ തിരക്കുള്ള ഒരു ദിവസം, ഓഫീസിലെ വളരെ മീറ്റിംഗ് ഒക്കെ ഉള്ള ദിവസമാണ്. എന്നാലും എല്ലാവരും കൂടെ പെട്ടെന്ന് പ്രിയങ്കയും സുവർണയും കൂടെ ഇതെല്ലാം ഫുഡെല്ലാം കുക്ക് ചെയ്തു. നമ്മൾ അങ്ങനെ കഴിക്കാൻ വരുമായിരുന്നു. പിന്നെ കൂടത്തിൽ തന്നെയുള്ള 2-3 എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവരും വന്നിട്ടുണ്ട്. അതിൽ അടുത്ത കല്യാണം എന്ന് പറയുന്നത്, ഇപ്പൊ ഇത് അക്ഷയുടെയും സുസ്മിതയുടെയും കല്യാണം. അടുത്ത കല്യാണം എന്ന് പറഞ്ഞാൽ പ്രിയങ്കയുടെയും വികാസിന്റെയുമാണ്. ഇവരിപ്പോ ഒരു കളി കളിക്കുകയാണ്. എന്താ വെച്ചാൽ ഒരാളുടെ കയ്യിൽ നമ്മൾ പാക്ക് കൊടുക്കും, സുപ്പാരി. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് മറ്റാള് അത് ആ കൈ തുറന്ന് ആ പാക്കെടുക്കണം. ആര് പാക്കെടുക്കുന്നോ അവർ ജയിക്കും. ഇപ്പം സുസ്മിത വളരെ കഷ്ടപ്പെട്ട് അക്ഷയന്റെ കയ്യിൽ നിന്ന് ആ പാക്ക് എടുക്കാൻ നോക്കുകയാണ്. അക്ഷയ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു കളിയാണിത്. അവള് പാക്കെടുത്തു, അവള് ഇതാക്കി. അപ്പോൾ അവർക്ക് കഴിക്കാൻ കൊടുത്തു. കൂട്ടത്തില് എനിക്കും സെർവ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ല, ഇതാണ് ഡാൽ ഡോക്ലി. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഡാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് ഡാൽ ഒഴിക്കും, അല്ലെങ്കിൽ ഒരു ബാട്ടിയിൽ ഡാൽ എടുത്ത് അതിൽ മുക്കി കഴിക്കാം. നല്ല ടേസ്റ്റാണ്, വളരെ ഹെൽത്തി ഫുഡുമാണ്. അതിൽ നെയ്യൂടെ ഒക്കെ ഒഴിച്ചാണ് കഴിക്കുന്നത്. അപ്പൊ ഞാൻ കഴിക്കുന്നു. പിന്നെ അക്ഷയുണ്ട്, സുസ്മിതയുണ്ട്, കിഷോറുണ്ട്,
വികാസ് ഉണ്ട്. ഇതാണ് കിഷോർ, ഇത് വികാസ്. ഈ വികാസിന്റെ അടുത്ത കല്യാണം നിശ്ചയം വരാൻ പോകുന്ന വികാസിന്റെയും ഈ സെർവ് ചെയ്യുന്ന പ്രിയങ്കയുടെയും കല്യാണം അടുത്ത് തന്നെ നിശ്ചയമുണ്ട്. അതിന്റെ ഇത് തന്നെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ